ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ രാത്രി കാലങ്ങളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ അവിടെ തേങ്ങ പോയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി സോറി കേട്ടോ. ഓക്കെ, അല്ലേ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ണിന് കാഴ്ച കുറവുള്ളവർ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് കഴിച്ചു, അത്യാവശ്യം ഉറക്കം വന്ന് അത്യാവശ്യം ഡോസ് കൂടിയ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർ ദയവ് ചെയ്ത് രാത്രി കാലം വാഹനം ഓടിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ അത് ആദ്യമേ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ രാത്രികാല വാഹനം ഓടിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറുക കേട്ടോ. എന്നുവെച്ചാൽ പഠനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 മണിക്കൂർ ഉറക്കമൊഴിച്ചിരുന്ന് വാഹനം ഓടിക്കുകയാണെങ്കിൽ 5 മടങ്ങ് അപകടങ്ങൾ ചിലപ്പോൾ കൂടിയേക്കാമെന്നുള്ളതാണ്. അങ്ങനെയുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറക്കം മുഷിഞ്ഞിട്ട്, അതായത് നമുക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷേ എന്നിട്ട് നമ്മൾ ഉറങ്ങാതിരുന്ന് ദയവ് ചെയ്ത് ഒരാൾ പോലും വാഹനം ഓടിക്കരുത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ അരമണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തും. ഓക്കെ, ഉറക്കം വരികയാണ്, അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ വേഗത്തിൽ പോവുകയായിരിക്കും. ഓക്കെ, പക്ഷേ അത് ചിലപ്പോൾ വലിയ അപകടം വരുത്തിയേക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഉറക്കം പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒന്ന് ഉറങ്ങുക. ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. ചിലപ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾ ലാഭിക്കാൻ നോക്കുന്നത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു കിടക്കയിലായിട്ട് മാറുന്ന ആ ഒരു രീതിയിലോട്ട് പോയിക്കളയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരാളും നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്കും നമുക്കും ഒരു അപകടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അറിയാലോ, ഒരു ഡ്രൈവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ നമുക്ക് മാത്രമല്ല ഒരു അപകടം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. ചിലപ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ എതിരെ വരുന്ന വാഹനത്തിന് പോലും അപകടം ഉണ്ടാവാം. ഓക്കെ, അതിലും ആളുകളുണ്ട്, അവർക്കും അപകടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായിട്ടും അത് ശ്രദ്ധിക്കുക. നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യുദ്ധത്തിൽ ചോദിച്ച യോദ്ധാവിനെ പോലെയാണ് വരുന്നത്. കമ്പിയൊക്കെ എടുത്ത് കുത്തി നിർത്തി അവിടെ. ഓക്കെ, അപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ്, ഡിമ്മും ബ്രൈറ്റും. അത് നമ്മളിപ്പോൾ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിലുള്ള ആൾ ബ്രൈറ്റാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് കൃത്യമായി നമ്മുടെ മുൻവശത്തുള്ള വാഹനത്തെ കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രൈറ്റ് അടിച്ച് പോകുമ്പോൾ അത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഡിമ്മും ബ്രൈറ്റും മാറ്റി നമ്മുടെ ആ ലൈറ്റ് കൃത്യമായിട്ടും മാനേജ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ രാത്രികാലം ഓടിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം ചൂടുവെള്ളം, ഫ്ലാസ്കിലോ മറ്റെന്തെങ്കിലും ചൂടുവെള്ളം എന്തെങ്കിലും കരുതുക രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ. ഓക്കെ, അതിന് കുഞ്ഞു ക്ഷീണമൊക്കെ തോന്നുമ്പോൾ എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ് വെള്ളമോ കട്ടനോ എന്തെങ്കിലും കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങളെ വീണ്ടും വരും. ഇനി ഈ തേങ്ങ തിന്ന് തീക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കൂടെ തീർന്നു പോകും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.